അപ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ നന്ദ മഹേശ്വരനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. നന്ദയ്ക്ക് സംശയം ഉണ്ടായിരുന്നു, എന്തായാലും അച്ഛൻ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെയും സത്യമാകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നന്ദ ആ ഒരു രഹസ്യങ്ങളെല്ലാം ഇന്ന് പൊളിച്ചെടുക്കുകയാണ്. ഇതോടെ ഇതുവരെ നല്ലവരാണ് എന്ന് പറഞ്ഞ് ചമഞ്ഞ് നടന്ന എല്ലാവരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുവാണ്. പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നന്ദ എന്തായാലും ഈ ഒരു സത്യം തിരിച്ചറിയണം, അല്ലെങ്കിൽ ഗാഥയും സുജാതയെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ചെമ്പമേട്ടിലോട്ട് പോകണം. അപ്പോൾ ചെമ്പമേട്ടിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഗൗതമിന്റെ സമ്മതം വേണം. പക്ഷേ ചെമ്പമേട്ടിലോട്ടാണ് പോകണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഗൗതം ഓരോ കാര്യങ്ങൾ ചോദിച്ച് ഇരിക്കും. നന്ദയ്ക്ക് ഒരു സത്യവും തുറന്നു പറയാനായിട്ട് സാധിക്കത്തില്ല, കാരണം തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ നന്ദ നേരെ നമ്മുടെ ഗൗതമിനോട് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് 1 ഡേ ടൂർ ഉണ്ട് കോളേജിൽ നിന്ന്, ഇപ്പം ഞാൻ പൊയ്ക്കോട്ടെ, വരുമ്പോൾ ലേറ്റ് ആവും എന്ന് ഗൗതമിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗൗതമിന് നന്ദ ചോദിച്ചതിനേക്കാളും ഒരുപാട് അത്ഭുതമാണ് തോന്നിയത്. കാരണം ഇതുവരെ നന്ദ എന്ത് കാര്യം ചെയ്താലും പറയാതെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കാര്യം പറയത്തില്ല, അവസാനം ചെയ്തു കഴിഞ്ഞ് വന്നിട്ടായിരിക്കും ഇന്ന സ്ഥലത്താണ് പോയത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നന്ദ ഇത് തുറന്നു പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്നാലും ഗൗതം പറയുന്നുണ്ട്, നീ എവിടെ വേണോ പോയിക്കോ, എവിടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞ് നന്ദയോട് പറയുന്നുണ്ട്. അങ്ങനെ അതേസമയം തന്നെ നന്ദ നേരെ പോയി നമ്മുടെ മിഥുനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, എന്തായാലും നമുക്ക് സുജാതയുടെ വീട്ടിൽ പോകാം എന്ന് നന്ദ പറഞ്ഞ് അങ്ങനെ മിഥുനും നന്ദയും കൂടി നേരെ സുജാതയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവര് ബാലാജിയെ പിടിച്ച് ഭയങ്കര ഞെട്ടിയിരിക്കുമായിരുന്നു. കാരണം ബാലാജി തൻ്റെ മകളെ കൊല്ലുമോ അല്ലെങ്കിൽ കൊന്നില്ലെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചിരിക്കുന്ന സമയത്താണ് ഇവർ വരുന്നത്. അപ്പോൾ വന്ന ഉടനെ തന്നെ സുജാതയ്ക്കൊക്കെ ഒരുപാട് ആശ്വാസമായി. അങ്ങനെ നന്ദയോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ബാലാജി വന്ന് ഇവിടെ കാവലിരിക്കുമായിരുന്നെന്നും ഇവിടുത്തെ ഒരുപാട് സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ചു എന്നും ഞങ്ങൾ പേടിച്ചിട്ടാണ് ഇത്രയും നേരം ഇരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം നന്ദ നേരെ പോയി ഗാഥയോട് പോയി സംസാരിക്കുകയും ഗാഥ ഒരുപാട് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ഒരുപാട് ധൈര്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ഗാഥയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ നന്ദയെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ സുജാത വിളിച്ചത് ശേഷം ഗാഥ സുജാതയുടെ അടുത്തോട്ട് പോകുന്ന സമയത്ത് നന്ദ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ നോക്കുന്ന സമയത്താണ് അവിടെ ഒരു ആൽബം ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ആ ആൽബം എടുത്ത് നന്ദ നോക്കുകയും അതിനകത്ത് പ്രതീക്ഷിക്കാതെ നന്ദ ഒരു ഫോട്ടോ കണ്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദ ആ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. കാരണം മഹേശ്വരൻ്റെയും ഒരു കുഞ്ഞിലത്തെ ഫോട്ടോയാണ് അത് ഉണ്ടായിരുന്നത്. അങ്ങനെ നേരെ നന്ദ ആ ഫോട്ടോ അത് നന്ദയുടെ ഫോണിൽ ഫോട്ടോ എടുത്തതിന് ശേഷം നേരെ മിഥുന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിഥുന് മനസ്സിലായി മഹേശ്വരൻ്റെ മകളാണ് ഗാഥയെന്ന്. പക്ഷെ അത് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് തെളിവുകൾ വേണം. അതുകൊണ്ട് തന്നെ ഇതിന് ഒരേ ഒരു പരിഹാരം വാവച്ചൻ മാത്രമേ ഉള്ളൂ. വാവച്ചനോട് ചോദിച്ചാൽ മാത്രമേ ഈ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. പക്ഷെ വാവച്ചനാണെങ്കിൽ ഉറപ്പായിട്ടും മഹേശ്വരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് എന്ന് നന്ദയ്ക്കറിയാം. പക്ഷെ അത് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ വാവച്ചന് ഉറപ്പായിട്ടും അത് തുറന്നു പറയത്തില്ല. അപ്പോൾ ഈ വളഞ്ഞ വഴി കൂടെ പോയാലേ നമുക്ക് സത്യം തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലായ നന്ദ നേരെ വാവച്ചനോട് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പം മിഥുൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വാവച്ചന്റെ അടുത്ത് നിന്ന് ആ ഒരു സത്യം ചെകഞ്ഞെടുക്കാം എന്ന് മിഥുൻ ഒരു വാക്ക് പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം മഹേശ്വരനെ വാവച്ചൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മിഥുനും നന്ദയും സുജാതയെ കാണാൻ പോയതാണെന്നും അവർക്കെന്തോ സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്ന് വാവച്ചൻ മഹേശ്വരനോട് വിളിച്ച് പറയുന്നുണ്ട്. എന്തായാലും നന്ദ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തീർന്നു. കാരണം തനിക്ക് കാശിക്ക് പോവേണ്ട അവസ്ഥ വരും. ഈ വീട്ടിൽ ഇനി കാല് കുത്താൻ പോലും പറ്റില്ല. ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിഥുൻ വാവച്ചനെ കാണുന്നത്. അപ്പോൾ മിഥുനെ കണ്ടുടനെ തന്നെ വാവച്ചൻ ഭയങ്കര ടെൻഷനായി. കാരണം ഇവൻ എന്തിനാ പതിവില്ലാത്ത രീതിയിൽ എന്നെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നേരെ മിഥുനോട് പോയി സംസാരിക്കുമ്പോൾ മിഥുൻ പറയുന്നത് തൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു മദ്യക്കുപ്പി വാങ്ങിച്ചിരുന്നു. പക്ഷെ അവൻ വേറൊരു ആവശ്യത്തിന് പോയതുകൊണ്ട് തന്നെ താൻ കുടിക്കത്തില്ല, തന്നെ എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല. അപ്പോൾ വാവച്ചൻ ചേട്ടന് വേണമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ വാവച്ചനാണെങ്കിൽ എന്തായാലും അത് വേണ്ടാന്ന് പറയത്തില്ല. അവസാനം മിഥുൻ്റെ കയ്യിൽ നിന്ന് ആ കുപ്പി വാങ്ങുന്നുണ്ട്. അങ്ങനെ വാവച്ചനും മിഥുനും കൂടി ഒരു കുന്നിൻ ചെരുവിലിരുന്ന് ഇത് കുപ്പി പൊട്ടിച്ച് ഇങ്ങനെ മദ്യം കുടിക്കുന്ന സമയത്ത് നന്ദയെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ വഴി ഇപ്പോൾ നന്ദയുടെയും മിഥുൻ്റെയും ബന്ധം എന്താണെന്ന് ഇപ്പോൾ ചോദിച്ചറിയാം എന്ന് പറഞ്ഞ് വാവച്ചൻ ഓരോ കാര്യങ്ങൾ ചോദിച്ച് വരുന്ന സമയത്താണ് നന്ദ ഇതേപോലെ സുജാതയുടെ വീട്ടിൽ പോയെന്നും അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ കണ്ടു എന്ന് പറഞ്ഞ് മഹേശ്വരൻ്റെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാവച്ചന് മനസ്സിലായി, അവർക്ക് സത്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ കുത്തി ചോദിച്ച് വന്ന സമയത്താണ് ആ ഒരു സത്യം വാവച്ചൻ പറയുന്നത്. ആ സുജാത എന്ന് പറയുന്നത് മഹേശ്വരന്റെ ഭാര്യയാണെന്നും ഗാഥ മഹേശ്വരന്റെ കുഞ്ഞാണ് എന്നുള്ള ഒരു സത്യം നന്ദ അറിയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഇതുവരെയും
ഇന്ത്യവരത്തിലുള്ള ആരും ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മഹേശ്വരന്റെ കട്ടയും എല്ലാം മുടങ്ങും എന്ന് ഉറപ്പാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി നന്ദയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ലക്ഷ്മിയെയും ഗൗതമിനെയൊക്കെ ഈ സത്യങ്ങൾ അറിയിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ? അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? എന്തായാലും ഇതിന്റെ മുന്നോടിയായിട്ട് എന്തായാലും നന്ദയ്ക്ക് അപകടങ്ങൾ പതിഞ്ഞിരിക്കുകയാണ്. മഹേശ്വരൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടത്തില്ല എന്ന് ഉറപ്പാണ്. പിന്നെ ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതിരിക്കും. ടാറ്റാ ബൈ.